മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലെ തുടർ ഭാഗങ്ങളാണ് ഈ എപ്പിസോഡിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോണയാണ്. സിസ്റ്ററെ സ്വാഗതം. കൂടാതെ 3 വിശിഷ്ട അതിഥികൾ കൂടി നമ്മോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ക്ലെമൻസ് തോട്ടപ്പള്ളി സർ, മാള ഹോളിഗ്രേസ് അക്കാദമിയിലെ ചെയർമാനായി സേവനം ചെയ്തു വരുന്നു. സാറേ സ്വാഗതം. ഒപ്പം മാള ഹോളിഗ്രേസ് അക്കാദമിയിലെ തന്നെ അക്കാഡമിക് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ രാമനുണ്ണിയാണ്. സാറേ സ്വാഗതം. മാള ഹോളിഗ്രേസ് അക്കാദമിയിലെ ബയോളജി അധ്യാപികയായിട്ടുള്ള ജിഷ ഷാജി മാം ആണ് പിന്നെയുള്ളത്. മാം സ്വാഗതം. സിസ്റ്ററെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ മാനസിക രോഗി ആരെയാണ് കാണേണ്ടത്, ഏതൊരു വിദഗ്ധനെയാണ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ എത്രത്തോളം കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഡോക്ടർ ആയിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഓരോ വ്യക്തികൾക്ക് അത് എത്രത്തോളം തൻ്റെ സ്വകാര്യത സുരക്ഷിതമാണെന്ന് വിചാരിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ഒരു മാനസിക ആരോഗ്യ രംഗത്ത് ജോലി ചെയ്യുന്ന സൈക്കാട്രിസ്റ്റ് ആയാലും ശരി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയാലും ശരി, സൈക്കാട്രി സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ സൈക്കാട്രി നേഴ്സ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന വസ്തുത, അതായത് ഒരു വ്യക്തിയുടെ സ്വകാര്യത കീപ്പ് ചെയ്യാനായിട്ട് അവർ ഓർത്തെടുത്തിരിക്കുന്നവരാണ്. അവർക്ക് കൃത്യമായ അവർ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചേ പറ്റൂ. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഒരു കൺസെൻറ്റ് ഫോമിൽ തന്നെ അത് പറയുന്നുണ്ട്. നമ്മളൊരു കേസ് ഇൻടേക്ക് എടുക്കുമ്പോഴത്തേക്ക് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന വസ്തുതകൾ ഞങ്ങൾ സ്വകാര്യമായിട്ട് അത് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടവരാണ്, ഞങ്ങളത് ചെയ്തിരിക്കും. ഇപ്പം നമ്മളൊരു ജനറൽ ഹോസ്പിറ്റൽ സെറ്റിങ്സിലായാലും ശരി, ഒരു സൈക്കാട്രി ഹോസ്പിറ്റൽ സെറ്റിങ്ങിലായാലും ശരി, ഒരാളുടെ മാനസിക ആരോഗ്യ ആ മേഖല അല്ലെങ്കിൽ ഒരാളുടെ മാനസിക അവസ്ഥ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കുറുവലങ്ങാട് സെൻറ്റ് വിൻസെൻറ്റ് ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്കുള്ളത്. നമ്മുടെ അവിടെ വരുന്ന റെക്കോർഡുകളെല്ലാം ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആ റെക്കോർഡുകൾ വരുന്നത്. അതുപോലെ തന്നെ ഒരിക്കൽ പോലും ഇന്ന ഒരാൾ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു അല്ലെങ്കിൽ അവരുടെ സേവനം ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഒരു ചികിത്സയിലാണ് അല്ലെങ്കിൽ ഒരു സെഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അറിയില്ല. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് 2-3 ക്ലോസുകൾ അതിൻ്റെ അകത്തുണ്ട്. അതായത് ഒരാളുടെ മാനസിക നില അയാൾക്ക് തന്നെ പ്രശ്നം ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ജീവന് പ്രശ്നം ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാളുടെ ജീവന് അത് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ, ഹാനികരമാണെങ്കിൽ, അല്ലെങ്കിൽ കോടതിയോ മറ്റു നിയമങ്ങളോ നമ്മളോട് ചോദിക്കുന്ന പക്ഷം അത് നമ്മൾ വെളിപ്പെടുത്തണം. പക്ഷെ ആ വെളിപ്പെടുത്തുമ്പോഴും അതിൻ്റേതായിട്ടുള്ള സ്വകാര്യത നമ്മൾ കീപ്പ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. പലപ്പോഴും നമ്മുടെ അടുക്കയിൽ വരുമ്പോഴത്തേക്കും ഇപ്പം അപ്പോയിൻമെൻറ്റുകൾ എടുക്കുമ്പോൾ ആദ്യമേ വിളിച്ച് ചോദിക്കും, പ്രയർ അപ്പോയിൻമെൻറ്റ് സിസ്റ്റത്തിലാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത്. അപ്പോൾ പറയും, സിസ്റ്റർ ഞങ്ങൾ അവിടെ വന്നാൽ അത് മറ്റുള്ളവർ അറിയാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ ചാർട്ട്, ആ ഫയലുകൾ. സാധാരണ നമുക്കവിടെ ഫിസിഷ്യൻ, പീഡിയാട്രീഷ്യൻ എല്ലാം ഉണ്ട്, മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പം മറ്റു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും കൊളാബറേറ്റ് ചെയ്ത് തന്നെ സെയിം ചാർട്ടാണോ ഉണ്ടാകുന്നതെന്ന്? ഒരിക്കലും അങ്ങനെയല്ല. നമ്മളത് വേണ്ട രീതിയിൽ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നിടത്ത് ആണെങ്കിലും പഠിച്ചുകൊണ്ടിരുന്നിടത്താണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഓരോരുത്തരുടെയും രഹസ്യാത്മകത സൂക്ഷിക്കാനായിട്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. മാനസികാരോഗ്യ വിദഗ്ധരെ നമ്മൾ സമീപിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ വച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമോ, ഞങ്ങളുടെ പിന്നീടുള്ള ഭാവി ജീവിതത്തെ അത് പ്രശ്നമുണ്ടാക്കുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. 100% ഒരു രഹസ്യാത്മകത കീപ്പ് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. സാറ് ഇപ്പോൾ ഒരു നിയമ വിഭാഗത്തിൽ സേവനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാനസിക ആരോഗ്യം കുറ്റകൃത്യങ്ങളിൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം കേസുകൾ നിലവിൽ ഒരുപാട് വരാറുണ്ടോ? എന്തായാലും ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ കുറ്റകൃത്യവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് തന്നെ അറിയാം, ഒരു ക്രിമിനൽ ടെൻഡൻസി ഉള്ള അല്ലെങ്കിൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെ, ഒരു ആൻറ്റി സോഷ്യൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ മൊത്തത്തിൽ സമൂഹത്തിനോട് സോഷ്യൽ ഓർഡറിനെ എതിർത്ത് എപ്പോഴും റിബല്യനിസം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ
ഇവർക്കൊക്കെ മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള മാനസിക പ്രശ്നം, അതായത് ഒരു ഓർഡറിനെ അംഗീകരിക്കാൻ വിമുഖത കാണിക്കുന്ന ആൾക്കാരാണ് പൊതുവെ ക്രിമിനൽസ്. ആ ക്രിമിനാലിറ്റിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രത്യേകമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്രിമിനൽസ് എല്ലാം തന്നെ ഒട്ടുമുക്കാലും സെപ്പറേറ്റഡ് ഫാമിലീസിൽ നിന്ന് വരുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് സെപ്പറേറ്റഡ് ആയിട്ടുള്ള, മാത്രമല്ല അത് പ്രത്യേകിച്ച് മദേഴ്സിൻ്റെ കൂടെ ജീവിച്ച കുഞ്ഞുങ്ങൾ, അവർ വളർന്നു വരും. അതായത് ഒരു ഫാദറിൻ്റെ ഒരു കൺട്രോള് സമയാസമയങ്ങളിൽ കിട്ടാതെ വന്നിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ് ക്രിമിനാലിറ്റിയിൽ ഞാൻ ഫീൽ ചെയ്യുന്നത്. അതെനിക്ക് അതിൻ്റെ സൈക്കോളജിക്കൽ സൈഡ് അല്ലെങ്കിൽ സയൻറ്റിഫിക് സൈഡ് അറിയില്ല. കൃഷ്ണന് കുറച്ചും കൂടി വിശദീകരിക്കാൻ പറ്റും തോന്നുന്നു. ഇതിന് ഒരു ക്രിമിനൽ ആകുന്നതിനകത്ത് ഈ സെപ്പറേറ്റഡ് ഫാമിലിക്കുള്ള അല്ലെങ്കിൽ മറ്റേ പാരൻ്റൽ കൺട്രോളിൻ്റെ കുറവുകൾ ഒക്കെ കാര്യമായ ഉണ്ട്. സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും നോക്കുമ്പോഴത്തേക്കൊരു ക്രിമിനൽ മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ അവരെ സോക്കോൾഡ് ഒരു ടാബുലേക്ക് വിടുന്നതല്ല, മറിച്ച് ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു തോട്ട് പ്രോസസ്സിങ്, അവരുടെ ചിന്താ തലത്തിലേക്ക് അവർ ഉരുവായി വരുന്നത് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഇപ്പം ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പല പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ASPD എന്ന് പറയുന്നത്. അതായത് കുഞ്ഞുനാളിലെ തന്നെ അക്രമവാസനകൾ അല്ലെങ്കിൽ ഒരു നിയമവുമായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ ഓർഡർ അനുസരിച്ച് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഇവിടെ സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഒരു കുറ്റകൃത്യവും മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മാനസികമായിട്ട് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ സമ്മർദ്ദങ്ങളോ ഒരു തരത്തിൽ മാനസിക രോഗമോ ഉള്ളവർ കുറ്റകൃത്യങ്ങളിലേക്ക് വഴുതി വീഴാനുള്ള ചാൻസസും ഏറെ കൂടുതലാണ്. അപ്പോൾ അതിനെ തമ്മിൽ ഇത് എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് അവിടെ എനിക്ക് തോന്നുന്ന കുറച്ച് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിലാണ് നമ്മൾ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ലോകത്ത് ബിഹേവിയറലിസം എന്നു പേരായിട്ടുള്ള ഒരു വലിയ ശാസ്ത്രശാഖ തന്നെ വന്നത്. ഒരാളുടെ പെരുമാറ്റത്തിന് കാരണമായ വസ്തുതകൾ എന്താണ്? ഒരുപക്ഷെ അന്ന് ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫെർഡിനാൻഡ് രാജകുമാരൻ ഒരു രാജ്യത്തെത്തിയപ്പോൾ അവിടുത്തെ ഒരു ആൾ അയാളെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അതിന് പകരം ഒരു റോസാപ്പൂ കൊടുത്തിരുന്നുവെങ്കിൽ ഒഴിവാവുന്നത് ഒരു മരണമല്ല, ഒരു യുദ്ധമാണ് എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഹേവിയറലിസം എന്നൊരു കാഴ്ചപ്പാട് വന്നത്. പിന്നെ അതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എറിക് ബേൺ പോലുള്ള ആൾക്കാരൊക്കെ ട്രാൻസാക്ഷൻ അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായ അപഗ്രഥനത്തിലൂടെ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഒരു വലിയ വ്യത്യാസം വന്നത്. മനസ്സ്, തലച്ചോറ്, ഈ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കിയതിൽ പ്രശ്നമുണ്ട്. മാനസിക രോഗം മനസ്സെന്നാണ് വരുന്നത്. മനസ്സെന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ്, ബുദ്ധിയാണ് തലച്ചോറിൽ എന്നൊരു ധാരണ മുൻപുണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള പഠനത്തിലാണ് ഇതൊരു തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. തലച്ചോറിലുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ്, അതിൻ്റെ കോസും ഇഫക്റ്റും നമുക്ക് ട്രീറ്റ് ചെയ്താൽ മാറ്റാൻ പറ്റുമെന്നൊരു തിരിച്ചറിവിലാണ് സൈക്കാട്രി എന്നൊരു കാര്യത്തിൽ കുറേ കൂടി വന്നത്. അപ്പോൾ അതിൽ എൻവയോൺമെൻറ്റിൻ്റെ, അതിൻ്റെ ചുറ്റുപാടിൻ്റെ സ്വാധീനങ്ങൾ, അയാളുടെ പിയർ പ്രഷർ, അയാൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവങ്ങൾ, ഇതെല്ലാം കൂടി എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ വളരെ വിശദമായി. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെയാണ് ഈ ഒരു നേച്ചർ ആൻഡ് നർച്ചർ എന്നുള്ളൊരു കോമ്പിനേഷൻ വരുന്നത്. അതായത് ജനറ്റിക് ആയിട്ട് നമുക്ക് ജനിതക പാരമ്പര്യത്തിലൂടെ ലഭിക്കുന്ന ചില ട്രേറ്റുകളുണ്ട്. ആ ട്രേറ്റുകളും നമ്മൾ ജനിച്ചു കഴിഞ്ഞുള്ള നമ്മുടെ നർച്ചറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരു കുടുംബത്തിലെ അവസ്ഥ, സമൂഹത്തിലെ അവസ്ഥ, നിയമവ്യവസ്ഥിതികൾ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ തലം, ആ ഒരു രീതിയിലേക്കും കൂടി ആൾക്കാരെ കൊണ്ടുവന്ന് ആ മനുഷ്യനെ അഡാപ്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അവൻ കൂടുതലും അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുക. അതാണ് ശരിക്കും നമ്മുടെ ഒരു മാനസിക ആരോഗ്യ മേഖല കൈകാര്യം ചെയ്യുന്നത്. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God.
ഇതിനോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ അടുത്ത് ഒരു ക്ലാസ്സിൽ ഒരു ഫൈറ്റ് നടന്നു. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒരു ബോഡിയിൽ ടച്ച് ചെയ്ത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് സീരിയസ് ആയി. അപ്പോൾ അവസാനം അതിലൊരു കുട്ടിക്ക് അത് കുറച്ച് വേദനിക്കുന്ന പോലെ തോന്നിയപ്പോൾ തിരിച്ചടിച്ചു. അതിനുശേഷം ചെറിയൊരു ഫൈറ്റ് അവസാനം അതിലൊരു ബോയ് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ആ കുട്ടി അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ അവൻ അവിടെ തോറ്റു പോകുന്നുള്ളൊരു പ്രതീതി വന്നു. അവസാനം ഉണ്ടായിരുന്ന പൗച്ച് അതിൽ എന്താ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനകത്ത് കോമ്പസ് ഉണ്ടായില്ലാണ്ട് അത് എടുത്തിട്ട് ഈ കുട്ടീനെ എറിയുക ചെയ്തത്. പക്ഷേ ആ പൗച്ച് തൊട്ടത് ഭിത്തിയിലാണ്, ആ കുട്ടിയുടെ മേത്ത് കൊണ്ടില്ല. അപ്പോൾ അവന് ഭയങ്കര വാശിയായി. അപ്പോൾ അത് കൊള്ളാത്തത് കൊണ്ട്, ആ കുട്ടിക്ക് വേദനിക്കാത്തത് കൊണ്ട് അവൻ അപ്പം തന്നെ പോയിട്ട് ടീച്ചറിൻ്റെ ചെയർ എടുത്തിട്ട് ഈ കുട്ടീനെ അടിക്കുക ചെയ്തത്. അപ്പം ചെയർ ആ കുട്ടി തടുത്തു. പക്ഷേ ആ കുട്ടിക്ക് ചെറിയൊരു മുറിവ് പറ്റി. അവസാനം ആ കുട്ടീനെ കൗൺസിലിങ്ങിന് വിടുന്നു. കൗൺസിലറിൻ്റെ അടുത്ത് ഇവനൊന്നും ഓപ്പണായിട്ട് പറയുന്നില്ല. അവസാനം ഒരു ടീച്ചർ തന്നെ അത് ഡീൽ ചെയ്തു. അവസാനം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് അതിൻ്റെ യാതൊരു റീസണും അറിയില്ല. എന്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അന്വേഷിച്ചപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് നോക്കിയത് ആ കുട്ടി സെപ്പറേറ്റഡ് ആണ്. ലൈക്ക് അവൻ്റെ പാരൻസ് ഒരുമിച്ചല്ല താമസിക്കുന്നത്, അമ്മയാണ് വളർത്തുന്നത്. പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരൻറ്റിൻ്റെ കെയർ ഓഫിലാണ് ആ കുട്ടി വളരുന്നത്. അവന് യാതൊരു ഒന്നിനെക്കുറിച്ചും അവൻ ബോധർ ചെയ്യുന്നില്ല. കാരണം അവനതിൽ ചെയ്തതിൽ അവന് യാതൊരു കുറ്റബോധവും ഇല്ല. ഞാൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്താന്നുള്ള രീതിയിലാണ് ആ കുട്ടിയുടെ നേരത്തെ പറഞ്ഞ ഫാദറിന്റെ കൺട്രോൾ പോയിന്റാണ്. ഒരു കാര്യം കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഈ അക്രമവാസന അല്ലെങ്കിൽ ഈ ക്രിമിനാലിറ്റി വളരുന്നതിന് ഒരു പ്രധാന ഘടകമായി കാണുന്നത് ഇപ്പോഴത്തെ ഗെയിംസ്, പബ്ജി പോലുള്ള കുറേ ഗെയിംസ്. അതായത് ഫൈറ്റാണ് അതിനകത്ത് മുഴുവൻ. ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അതായത് ഇനി ഇത് അടിച്ചു വീണ് മരിച്ചു വീണാൽ പോലും അവന് 1 മിനിറ്റ് കഴിയുമ്പോൾ ഉയർത്തെഴുന്നേക്കും. ഇതുകൊണ്ട് ഒരു നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് അവന് വേദനിക്കില്ല, അപകടം ഉണ്ടാവില്ല എന്നുള്ള ചിന്താഗതി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം കുട്ടികളിൽ കാണുന്നത് കാർട്ടൂണാണ്. ഈ കാർട്ടൂൺ മിക്കി മൗസ് ആയിക്കോട്ടെ, മറ്റേ ഏത് നമ്മുടെ പ്രൈം കാർട്ടൂൺ ആയിക്കോട്ടെ, എല്ലാത്തിനും ഫൈറ്റാണ്. പൂച്ചയും എലിയും തമ്മിലുള്ള ഫൈറ്റ്, അല്ലെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഫൈറ്റ്. ഈ ഫൈറ്റിൽ ചിലപ്പോൾ 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നു, സ്റ്റിക്കർ ആവുന്നു, 1 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ ഇത് മരണമുണ്ടാകുമെന്നോ വേദന ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു നാശമുണ്ടാകുമെന്നോ ഇല്ലാത്ത ചിന്തയില്ലാത്ത റിയാലിറ്റിയിൽ നിന്ന് മാറിപ്പോകുന്നു. ഇങ്ങനത്തെ കുറേ ഘടകങ്ങളും കൂടി ഇതിനെ ഈ ക്രിമിനാലിറ്റി വളരുന്നതിൽ തീർച്ചയായിട്ടും സാറേ. കാരണം നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്തിന് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ്, അതായത് പ്രോത്സാഹനം കിട്ടുന്നു, എന്തിന് നമുക്ക് ശിക്ഷണം കിട്ടുന്നു, ഇതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ മനോഭാവങ്ങൾ വളരുന്നത്. അതുകൊണ്ടാണ് ഫാമിലിക്ക് വളരെ അധികം പ്രത്യേകിച്ച് ഫാദറിനും മദറിനും, മാതാപിതാക്കൾക്ക് വലിയൊരു റോളുണ്ട്. നമ്മുടെ സമൂഹത്തിലൊരു വ്യക്തിയുടെ ഉന്നമനത്തിന് വേണ്ടി, മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ നിൽക്കേണ്ടത് മാതാപിതാക്കളാണ്. അതോടൊപ്പം ടീച്ചേഴ്സ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചോദിക്കാം, എന്നോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, മാനസിക ആരോഗ്യ രംഗത്ത് ആരൊക്കെയാണ് വിദഗ്ധർ? സോ കോൾഡ് സയന്റിഫിക് ആയിട്ട് പഠിച്ച കുറേ പേരുടെ ലിസ്റ്റുകൾ നമ്മൾ പറയുന്നു. എങ്കിൽ പോലും ഇപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫഷൻ എന്തുമായിരിക്കട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട് മാനസികാരോഗ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് നമുക്ക് എല്ലാവർക്കും ഒരു മാനസിക ആരോഗ്യ മേഖലയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവന നമുക്കുണ്ട്. അപ്പോൾ ഇതിനെ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കിച്ചു കൊടുക്കുക. അതിലൊരു കാര്യം കൂടി ഉള്ളത്, ഈ മൂല്യബോധം എന്ന് പറയുന്ന വാല്യൂ സിസ്റ്റം ഓഫ് ദ സൊസൈറ്റി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ നാം പ്രേരിതരാകുന്നത് എപ്പോഴാണ്? നമ്മുടെ മുൻപിലുള്ള ഒരു മോഡലിനെ പകർത്തുമ്പോഴാണ്. നമ്മൾ കാണുന്നത്, ഇപ്പോൾ ചിലപ്പോഴൊക്കെ കാണുന്നത്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ചില ഗുണ്ടാത്തലവന്മാരുടെ പേര് കയ്യിൽ എന്താ പറയുക പച്ച കുത്തി നടക്കുന്ന, അല്ലെങ്കിൽ തലയിൽ അത് മാർക്ക് ചെയ്യുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അക്രമ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരോട് ഉണ്ടാകുന്ന ഒരു അഭിവാഞ്ച, അത് യഥാർത്ഥത്തിൽ സൊസൈറ്റിയുടെ മൂല്യബോധത്തിനെതിരാണിത്. ഇത് നിങ്ങൾക്ക് അംഗീകാരമല്ല ഉണ്ടാക്കുന്നത്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. കാരണം കുട്ടി പഠിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറയുന്ന ഈ പാരൻ്റ് അഡൾട്ട് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. ഈ പാരൻ്റ് ഈഗോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ടോട്ട് കൺസെപ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചിലത് പകർത്താം. ഇവരാണ് ഇപ്പോഴത്തെ വിജയിച്ച ആൾക്കാർ, അപ്പം നമ്മളും അങ്ങനെ ചെയ്യണം. അപ്പോൾ ആ മൂല്യബോധം മാറ്റുന്നതിന് നമ്മളുടെ സ്കൂളുകൾക്കും
വീടുകൾക്കും സമൂഹത്തിനും ഒരു പങ്കുണ്ട്. ഇപ്പോൾ നമ്മൾ മാനസികാരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടീൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഇന്നത്തെ ഒരു യൗവന കാലം അല്ലെങ്കിൽ യുവത്വം എന്ന് പറയുന്നത് ഈ ഒരു മാനസികാരോഗ്യത്തിൽ കൂടുതലാണോ കുറവാണോ? ഇപ്പം നമുക്കൊരു യുവത്വത്തിലെ മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വന്നു. എനിക്കൊരു പോയിന്റ് ചേർക്കാൻ ചോദിച്ചതുകൊണ്ട്, കാരണം മോർട്ടാലിറ്റി, മോർബിഡിറ്റി എന്ന് 2 ടേംസ് ആരോഗ്യത്തിൽ എപ്പോഴും പറയാറുണ്ട്. വരുന്ന അവസ്ഥയാണ്, അത് രോഗാതുരതയാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ മോർട്ടാലിറ്റി ആയിരുന്നു നമ്മുടെ കൺസേൺ. പക്ഷേ ഇന്ന് കേരളീയ സമൂഹമെങ്കിലും മോർബിഡിറ്റിയാണ്. കാരണം രോഗവുമായി നാം ജീവിക്കുകയാണ്. അങ്ങനെ മാനസിക രോഗവുമായി ജീവിക്കുന്നവരെ കുറിച്ചുള്ള പഠനം കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ പണ്ട് 7% ഇന്ന് അത് ഏകദേശം 29% മോർബിഡിറ്റി ഈസ് ബിക്കോസ് ഓഫ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്നാണ്. അതിൻ്റെ അർത്ഥം നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്, യുവാക്കളിൽ ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി വരുന്നു എന്നാണ്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു അനുകരണാർഹമായ ജീവിതം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ആരെ അനുകരിക്കണം എന്നുള്ളതിന് ഇന്ന് കൃത്യമായൊരു പ്രോട്ടോകോൾ ഇല്ലാത്തൊരു വ്യവസ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം എന്തും ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ആഭാസത്തരവും ചെയ്യുന്നു. പക്ഷേ അവന് സോഷ്യലി, ഇവൻ മേ ബി സോഷ്യൽ മീഡിയയിലൂടെ ആകാം, അല്ലെ മറ്റു ദൃശ്യമാധ്യമങ്ങളിലൂടെ ആകാം, അവന് ഒരു പേര് കിട്ടി, ലൈക്കായി, സബ്സ്ക്രൈബ് ചെയ്തു, പിന്നെ അവനെയാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ധാർമ്മിക ബോധത്തിന്, മൂല്യത്തിന് ച്യുതി സംഭവിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അങ്ങനെ പറയുന്നവരുടെ നേർക്കാണ് അമ്പുകളെല്ലാം വരുന്നത്. ഒരു നിയമത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു നിയമോപദേഷ്ടാവ് എന്നുള്ള രീതിയിൽ സാറിന് തന്നെ മനസ്സിലായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഒരു വ്യക്തി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിങ്ങനെയല്ലല്ലോ വരേണ്ടതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്ലയൻറ്റ് ചോദിക്കുന്ന കാര്യം അവരും ചെയ്യുന്നു, ഇവരും ചെയ്യുന്നു, പിന്നെ എനിക്കെന്താ ചെയ്താൽ, ആ ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് നമ്മുടെ സമൂഹത്തിന് ഒരു ഡൈവേർഷൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് വാല്യൂ എഡ്യൂക്കേഷന് പ്രധാന റോൾ ഉണ്ടായിരുന്നു. അത് അന്ന് ഇപ്പം ഞാൻ പറയുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ വാക്കുകൾ, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തുണ്ട് ഫലം എന്ന് ചോദിക്കുന്ന ചോദ്യം. ഇവിടെ ഇന്ന് മാതാപിതാക്കളടക്കം കുട്ടികളെ എൻട്രൻസ് പഠിപ്പിക്കാനും IIT-കളിലും IAS സെൻറ്ററുകളിലും കുട്ടികളെ എത്തിക്കാനും തത്രപ്പാടിടുമ്പോൾ അവരിൽ അതായത് പഴയ കാലത്തുള്ള പഞ്ചതന്ത്രം കഥകളായിക്കോട്ടെ, ബിബ്ലിക്കലായിട്ടുള്ള കഥകളായിക്കോട്ടെ, അതിലൂടെ എല്ലാം വാല്യൂ എഡ്യൂക്കേഷൻ, സമൂഹത്തിനൊരു വാല്യൂ ഉണ്ട് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ആ ഭാഗം ഇന്ന് പ്യുവറായിട്ടുള്ള സയൻസ് അല്ലെങ്കിൽ മറ്റേത് ആ എഡ്യൂക്കേഷണൽ ഇതിലേക്ക് മാത്രം മാറി വാല്യൂവും സിവിക് റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസൊക്കെ പഠിപ്പിക്കുന്നതിൽ ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട്. അതും ഈ പറയുന്ന ഈ യുവത്വത്തിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ടൈം, അടുത്തിരുന്ന ആൾക്കാരെ പരിചയമില്ല, വെർച്വലായിട്ടുള്ള ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ, ഷെയറിങ് ഇല്ല. ഇതൊക്കെ മാനസികാരോഗ്യം. നമ്മൾ അടിച്ചു കളിച്ച് ഇനി പരാജയത്തെ സമ്മതിക്കാൻ, പരാജയപ്പെട്ട് ശീലമില്ല യുണീക്ക് കുടുംബങ്ങളാകുമ്പോൾ. അപ്പോൾ ഇതൊക്കെ മാനസിക പ്രശ്നം, നമുക്ക് സ്ട്രെസ്സ്, സ്ട്രെയിൻ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. ഇത് കുട്ടികളെ ഒട്ടും പഠിപ്പിച്ചില്ല. എല്ലാം കൊടുത്ത് ഫീഡ് ചെയ്ത് അമൂൽ ബേബികളാക്കിയിട്ട് ഇവർക്കൊരു സ്ട്രെസ്സോ സ്ട്രെയിനോ സഹിക്കാൻ പറ്റാതെ വന്നു. പണ്ട് കൂട്ടുകുടുംബങ്ങളിൽ കിടന്നപ്പോൾ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ചെറിയ തോതിൽ തന്നെ പഠിച്ച് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കിട്ടിയിരുന്നു. ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ കാണാം, ഇന്നലെ സ്കൂളിലുണ്ടായ മിസ്സിന് അറിയായിരിക്കും, സ്കൂളുണ്ടായ കുട്ടി പരീക്ഷ വരുന്നു നാളെ, തലേ ദിവസം ഹോസ്റ്റലിൽ നിന്ന് ആ കുട്ടി ഹോസ്റ്റൽ പോലും പറയാതെ ബസ് കയറി പോകുന്നു. ഹോസ്റ്റലിൽ ആളെ കാണുന്നില്ല, അന്വേഷണമാകുന്നു. കാര്യം അന്വേഷിച്ചപ്പോൾ പരീക്ഷ പേടിയാണ്, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ ഇന്നത്തെ യുവതലമുറയുടെ വരുന്ന പ്രശ്നങ്ങളാണ്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞതിനോടൊന്ന് ആഡ് ചെയ്യാണ്. ഇപ്പോൾ ശരിയാണ്, കുട്ടികൾക്ക് ചെറിയൊരു ടീച്ചർ വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞാൽ, അച്ഛൻ വഴക്ക് പറഞ്ഞാൽ പോലും അത് സഹിക്കാനുള്ള ഒരു സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോഴുള്ളത്. അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്കൊരു വഴക്ക് കേട്ടാൽ നമുക്കറിയാം അതിനൊരു നന്മയുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് വിഷമിച്ചാലും അത് പിന്നീട് നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വഴക്കിൻ്റെ ഒരു കടുപ്പം കൂടിക്കഴിഞ്ഞാൽ അവർക്കത് എന്തോ വലിയ സംഭവമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഭാവിയിൽ അവർക്കൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല, എഫേർട്ട് എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതിലൊരു വിഷയം കൂടി അതിൽ വരുന്നതേ, നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം ആവട്ടെ, ലീഗൽ സിസ്റ്റം ആവട്ടെ, പോലീസിങ് ആവട്ടെ, ഇത് ഡിസൈൻ ചെയ്ത കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ സമൂഹത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ മാറ്റങ്ങൾ സംഭവിച്ചതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ സിസ്റ്റത്തിന് കഴിയുന്നില്ല.
ഇപ്പോൾ ഒരു ജഡ്ജി ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവ് നോക്കിയിട്ടാണ് ആളെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു റേപ്പ് കേസിൽ തെളിവുകൾ മറിച്ചാണെന്നുണ്ടെങ്കിൽ പ്രതി രക്ഷപ്പെട്ടു പോകും. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ഒരു സൂചന എന്താണ്? ഇന്ന വക്കീലും ഇന്ന കോടതിയും ആണെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നതാണ്. പക്ഷെ അവിടെ ആ തെളിവ് എന്ന് പറഞ്ഞ കാര്യത്തിൽ കാലോചിതമായി മാറ്റമില്ലാത്തതുകൊണ്ട് കോടതിക്ക് അവിടെ മാറാൻ പറ്റുന്നില്ല. എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പരീക്ഷയോട് പേടി വരുന്നത് എന്താ? പരീക്ഷ എന്ന് പറയുന്നത് ഓർമ്മ പരിശോധിക്കാനുള്ളതല്ല. ഇന്ന് ലോകത്ത് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ സിസ്റ്റത്തിലൊക്കെ പരീക്ഷ എന്ന് പറഞ്ഞ് ട്രൈമസ്റ്റർ സിസ്റ്റമാണ്. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ ഒരു ക്ലാസ്സിന് തുടങ്ങിയാൽ 3 മാസത്തിനകത്ത് ഈ ആഴ്ച ഏത് ദിവസവും ഞാൻ പഠിച്ച വിഷയത്തെക്കുറിച്ച് ഏത് ടീച്ചർക്കും പരീക്ഷ എടുക്കാം. അൺഅനൗൺസ്ഡ് ക്വിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വിസിൽ നാം പരിശോധിക്കുന്നത് എന്താണ്? പിന്നെ വരുന്ന മിഡ് ടേം വരുന്ന സമയത്ത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവാണ്. അപ്പോൾ പരിശോധിക്കപ്പെടുന്ന രീതികൾ മാറ്റം വന്നു. പക്ഷെ നമ്മളിപ്പോഴും കൊല്ലാവസാന പരീക്ഷ എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായി ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സിസ്റ്റം കാലോചിതമായി മാറ്റം വരുത്താത്തതും ഈ പ്രോബ്ലംസിന് കാരണമാവുന്നുണ്ട്. പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തു, അതിനുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിഹാരമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ ഈ ഒരു സിസ്റ്റത്തെയോ ഇന്നത്തെ കാലഘട്ടത്തെയോ അധിക്ഷേപിക്കുകയോ കാര്യങ്ങളോ അല്ല, പക്ഷേ ചിന്തിക്കാനായിട്ടൊരു തോട്ട് നമ്മൾ വച്ചു കൊടുക്കുകയാണ്. കാരണം ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു മത്സര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നമുക്ക് ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ സമൂഹം അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുന്ന പല സംവിധാനങ്ങളും നമുക്ക് ഉണ്ടായി വരുന്നുണ്ട് എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അപ്പോൾ അതിന് നമുക്കൊരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഒരു ആവശ്യം കൂടിയേ തീരും. ഈ കാര്യത്തിൽ ഹോളി ഗ്രേസിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ വാല്യൂ എഡ്യൂക്കേഷന് വേണ്ടി ഒരു പീരീഡ് ഉണ്ടാക്കുകയും ആ വാല്യൂ എഡ്യൂക്കേഷൻ എന്തൊക്കെ കൊടുക്കണം എന്ന കോഴ്സ് ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് ഓരോ ഗ്രേഡ് അനുസരിച്ച് ഇന്ന ഗ്രേഡിൽ ഇന്ന വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതാണ് തീരുമാനിക്കുകയും അത് ടീച്ചർമാരുടെ ഇടയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഒരു സെറ്റപ്പ് ആ ലൈനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാനതിനെ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു സാറേ. കാരണം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഒരു സ്കൂളിലേക്ക് ഒരു പ്രോഗ്രാമിന് എന്നെ സംസാരിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ എൻ്റെ വിഷയം തന്നെ മാനസികാരോഗ്യവും കുട്ടികളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ മൂല്യബോധവും എന്നുള്ളൊരു വിഷയം തന്നെയായിരുന്നു. അപ്പോൾ ഇത് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചു എത്ര സമയമാണ് പറയാനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ്, അതായത് ടീച്ചേഴ്സിൻ്റെ ഒരു ഇതിൽ ഞങ്ങളുടെ പോർഷൻ തീർന്നിട്ടില്ല, അതുകൊണ്ട് 10 മിനിറ്റ് സിസ്റ്റർ കാര്യം ഒന്ന് അവതരിപ്പിച്ചിട്ട് പോവുകയായിരുന്നെങ്കിൽ ബാക്കി ഞങ്ങൾക്ക് പോർഷൻ തീർത്ത് എക്സാമിന് പിള്ളേരെ ഇരുത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ആര് പറഞ്ഞു കൊടുക്കും മൂല്യബോധം? ആര് പറഞ്ഞു കൊടുക്കും എന്താണ് ധാർമ്മികത? കാരണം ഈ ധാർമ്മികതയും മൂല്യബോധവും മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സാറിനറിയാം, ഒരു കുറ്റം ചെയ്തു വരുന്നവന് അവന് കുറ്റബോധമില്ല. കുറ്റബോധം അവനില്ലാതെ വന്നത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ അവൻ്റെ ആ ഒരു വീട്ടിലെ അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതുപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറ്റം ചെയ്ത് അവൻ ഹബിച്വേറ്റഡ് ആയി. പക്ഷെ ഇത് ആരെ ബാധിക്കുന്നുണ്ട്? അവനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രയത്നങ്ങൾ ആ കുടുംബത്തിനില്ലാതെയാകുന്നു. അവൻ്റെ റിസോഴ്സസ് നമ്മുടെ സമൂഹത്തിന് എടുക്കാൻ സാധിക്കാതെ വരുന്നു. നമ്മുടെ രാഷ്ട്രത്തിന് അവൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ മാനസിക നിലയും തകർന്നു, അവൻ്റെ പ്രൊഡക്ടിവിറ്റിയും തകർന്നു. എന്തുമൂലം? ഇങ്ങനെയുള്ളൊരു ചില മൂല്യബോധങ്ങൾ ഇല്ലാതെ വന്നത് മൂലം. എനിക്ക് തോന്നിയൊരു കാര്യം, ശരിക്കും ടീച്ചേഴ്സിന് വലിയൊരു റോളുണ്ട്. കാരണം ഒരു കുട്ടീനെ മനസ്സിലാക്കുക, അവനെ അംഗീകരിക്കുക, ആ കുട്ടീനെ അംഗീകരിക്കുക, സ്നേഹിച്ചുകൊണ്ട് തന്നെ ആ കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. ഞാനൊരു 25 വർഷമായിട്ട് ഒരു ടീച്ചിങ് ഫീൽഡിലാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ്. അത് ഓർക്കുമ്പോൾ നമ്മുടെ പാസ്റ്റ് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു ഇടപെടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ നമുക്കൊരു ചെറിയൊരു പാർട്ടാവാൻ പറ്റുന്നത്. എൻ്റെ പ്രീവിയസ് സ്കൂളുകളിലാണെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ പാരൻസിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ശരിക്കും ചില പാരൻസൊക്കെ ടീച്ചേഴ്സിനെ കുറ്റം പറയും, ടീച്ചർ അത് മനസ്സിലാക്കിയില്ല. പക്ഷെ പാരൻസിന് ഒരു മെയിൻ റോളുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളോടൊപ്പം തന്നെ പാരൻസിനും ഒരു അവയർനെസ് കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും കുട്ടികളുടെ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. പാരൻസ് ടീച്ചേഴ്സ് എന്നുള്ള കമ്പാർട്ട്മെന്റലൈസേഷൻ അല്ല, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ജനറിക് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അത് പരിഹരിക്കണമെങ്കിൽ ഇതിലുള്ള സ്റ്റേക്കുള്ള മുഴുവൻ ആൾക്കാർ, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിൽ ഇടപെടണം. അങ്ങനെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുമ്പോൾ ഇതൊരു വിഷയമായി പഠിപ്പിക്കുകയല്ല, ഇത് അതിനപ്പുറത്ത് നിന്ന് ഇതിനെ ഒരു
ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ്റെ ഒരു കമ്പോണൻറ്റ് കൊണ്ടുവരികയാണ് വേണ്ടത്. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ മീഡിയകളിലൊന്നും സാധാരണ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണിത്. ഈ ഒരു വിഷയം നമ്മൾ സമൂഹത്തിനോട് പറയുന്നത് എന്താ, മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല, ഒരു സമൂഹ നിർമ്മിതിയിൽ നാം ഓരോരുത്തരും വഹിക്കേണ്ട പങ്കാണെന്നാണ്. അതാണ് തോന്നുന്നു ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നാട്ടുകാരിൽ എത്തേണ്ടതെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, മാനസിക ആരോഗ്യ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള വൈദഗ്ധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമ്മർദ്ദങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും സമീപിക്കാവുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, അല്ലാതെ ഇല്ലാതെ പോകുന്നില്ല. അപ്പോൾ മാനസിക ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണെങ്കിൽ ഞാൻ അതെന്തിനു ഹനിക്കണം? അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ നമ്മൾ കുട്ടികളായിരിക്കെ അവർക്ക് നേരെ വരാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് ടീച്ചേഴ്സിൻ്റെയും മാതാപിതാക്കളുടെയും പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽസ്, നമ്മൾ ജോലി ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിലായാലും ശരി, ഓരോ വ്യക്തിയുടെയും മാനസിക ആരോഗ്യം ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും കൂടുതൽ വിലയുള്ളതാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയെയും വേണ്ട ഒരു മൂല്യത്തോടു കൂടി വാല്യൂഡ് പേഴ്സൺ എന്ന രീതിയിൽ കാണുവാനായിട്ട് സാധിക്കുമ്പോഴാണ് അവരുടെ മാനസിക ആരോഗ്യത്തെയും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയാലും ശരി, ഒരു കൺട്രി ബേസ്ഡ് ആയാലും ശരി, സ്റ്റേറ്റ് ബേസ്ഡ് ആയാലും ശരി, അത് കുറച്ചുകൂടി മൂല്യമുള്ളതാകുന്നതും ഇമ്പോർട്ടൻ്റ് ആകുന്നതും. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മാനസിക ആരോഗ്യവും അതുമായി ബന്ധപ്പെട്ട മേഖലകളും വെല്ലുവിളികളുമായിരുന്നു ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.